വെറുതെ കളയുന്ന ചിരട്ടയില്ലേ, ആ ചിരട്ടയിലാണ് ഇന്നത്തെ റെസിപ്പി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. യെസ്, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചിരട്ട ചായയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിരട്ട ചായ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് ചിരട്ടകളുണ്ടോ, ഇതുപോലത്തെ കഷ്ണം, അതായത് ഇതുപോലത്തെ ചിരട്ടയിൽ ഉണ്ടാക്കരുത് കേട്ടോ. ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം. കാരണം ഇതിൻ്റെ 3 കണ്ണുകൾ തീയിൽ വെക്കുമ്പോൾ പോകും. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇത് തന്നെ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ചിരട്ട ചായ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ കണ്ടിട്ട് വേഗം തിരിച്ചെത്താം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ, പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. വീഡിയോയിലേക്ക് വേഗം പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിരട്ട ചായ. ഇത് ഇച്ചിരി കടുപ്പം കുറവാണ് കേട്ടോ. നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ കടുപ്പത്തിൽ ഉണ്ടാക്കിക്കോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പാലിൻ്റെ ആവശ്യമില്ല നമുക്ക്, കാരണം ചിരട്ട ചെറുതാണല്ലോ. ഇനി ഇത് നമുക്ക് തിളപ്പിക്കാം. ഒരു സമയത്ത് നമുക്ക് ഒരു ചിരട്ടയെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പാലിൻ്റെ ആവശ്യമില്ല. എന്നാലും പാത്രത്തിൽ തിളപ്പിക്കുമ്പോൾ കുറച്ച് വേണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് തിളപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിന് 1 സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര മതി. എന്നാലും കുറച്ച് മധുരം കൂടുതൽ വേണം, കാരണം ഇതിന് കുറച്ചും കൂടെ കടുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു കുറച്ചും കൂടെ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കട്ടെ. പാല് പതിയെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയാണ് നമ്മുടെ ചിരട്ട ചായ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിരട്ട, അതിൻ്റെ സൈഡിലെ എല്ലാം കളഞ്ഞ് ആ പൊരിപ്പലും തൊങ്ങലും എല്ലാം കളഞ്ഞ് വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ബാക്കി നമുക്ക് പാൽ ഒഴിക്കാനുള്ളതാണല്ലോ. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് വേഗം തന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഫുൾ അതിൻ്റെ മുകൾ ഭാഗം വരെ കത്തി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ചിരട്ട കത്തി പോവില്ല. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ചിരട്ടയാകുമ്പോൾ കത്തി പോവില്ലേന്ന്. ഇങ്ങനെ ബർണറിൽ വെച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കൂടെ, ഈ ചിരട്ടയിൽ വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് കത്തി പോവില്ല കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വെള്ളത്തിൻ്റെ അത്രയും തന്നെ ഫ്ലെയിം വരാമോളൂ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഫ്ലെയിം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരട്ട കത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം എവിടെയാണോ അവിടെ വരെ ഗ്യാസിൻ്റെ ഫ്ലെയിമും വരാമോളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്ക കൂടി ചതച്ചിടാം കേട്ടോ. അപ്പോഴാണ് നല്ല ആ ഒരു ടേസ്റ്റും സ്മെല്ലും എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ആ ഏലക്കായുടെ ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചിരട്ടയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ. ആയുർവേദത്തിൽ ചിരട്ട വെന്ത വെള്ളം നല്ലൊരു രോഗശമനിയും ദാഹശമനിയുമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ, പിന്നെ വണ്ണം കുറയ്ക്കണമെന്നുള്ളവർക്കും, അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ടോക്സിനുകൾ ഒഴിവാക്കാനുമുള്ള പ്രധാന വഴി കൂടിയാണിത്. അതുപോലെ തന്നെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ചിരട്ട വെള്ളത്തിലിടാറുണ്ട് നമ്മളല്ലേ. ഇതേ പ്രക്രിയ തന്നെയാണ് ചിരട്ട വെള്ളം നമ്മുടെ ശരീരത്തിനും ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചിരട്ട ചായ വളരെ ഒരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ്. ഇത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ ഇനി നമുക്ക് തേയിലപ്പൊടി ഇടാം, ചായപ്പൊടി ഇടാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണാണ് ചായപ്പൊടി ഇടുന്നുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കളറ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഒരു കടുപ്പം കിട്ടാനും 1 സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണോ ചായപ്പൊടി ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ചായപ്പൊടി കൂടി ആ വെള്ളത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിയെ ഇളക്കി കൊടുക്കാം. നല്ല കടുപ്പം ഇഷ്ടമുള്ളവർ, അതുപോലെ ആ നല്ല ടേസ്റ്റും എല്ലാം വേണ്ടവർ കുറച്ചും കൂടെ ചായപ്പൊടി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ തേയിലയും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് പാൽ ഒഴിക്കാനുള്ള സ്പേസേ ഉള്ളൂ. നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം അത് തിളച്ച് പൊന്തി വരും. അതുകൊണ്ട് മുഴുവൻ അതിൽ ഒഴുകി പോകാതിരിക്കാനായിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് തിളയ്ക്കുന്നത് ആ സൈഡിലൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഉയർത്തി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് തിളച്ച് പൊന്തി വരും. അപ്പോൾ പൊങ്ങി വരുന്നതിന് മുമ്പ് നമുക്കത് എടുക്കാനായിട്ട് നമുക്കൊരു കൊടിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പാലും എല്ലാം കൂടെ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോൾ വേണമെങ്കിലും അത് തിളച്ച് പൊന്തി വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റവിന് തൊട്ടടുത്തേക്ക് ഒരു പാത്രം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചേരാനായിട്ട് ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഈ സ്റ്റവിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം ഒരു പാത്രം, കാരണം തിളച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് ഒഴിക്കാനായിട്ട് ഒരു പാത്രം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പതിയെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മുടെ ശ്രദ്ധ മാറരുത് കേട്ടോ, കാരണം പെട്ടെന്ന് തിളച്ച് പൊന്തി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൊടിലും പിടിച്ച് അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്.
ചായ ഇതിനകത്ത് തിളയ്ക്കുമ്പോൾ തീർച്ചയായും ഈ ചിരട്ടയുടെ ഗുണങ്ങൾ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ചിരട്ട വെന്ത വെള്ളം കുടിക്കുന്നത് പോലെ തന്നെയാണ് ചിരട്ടയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ചിരട്ടപ്പുട്ടും എല്ലാം അതുകൊണ്ടാണ് ഗുണം കൂടുതലുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ഹെൽത്തി ചായയായിട്ട് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അത് വേഗം തന്നെ ആ പാത്രത്തിലേക്ക് ഒഴിക്കാം. വേണമെങ്കിൽ നമുക്ക് ആ ചിരട്ടയൊന്ന് ഉയർത്തി കൊടുക്കാം കേട്ടോ. കുടിൽ ഉപയോഗിച്ചൊന്ന് വേണമെങ്കിൽ പൊക്കി പിടിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് അതുപോലെ തന്നെ നിൽക്കാനായിട്ട് സഹായിക്കും. ഇനി വേഗം നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. തേയിലപ്പൊടിയും എല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മളത് പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ ഒരു ചിരട്ടയിലേക്ക് തന്നെയാണ് കേട്ടോ അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. കാരണം ചിരട്ടയിൽ തന്നെ നമുക്ക് കുടിച്ച് നോക്കാമല്ലോ, അങ്ങനെയും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെയൊക്കെ നീക്കം ചെയ്യാനായിട്ടുള്ള കഴിവ് ചിരട്ടയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. ശുദ്ധിയാക്കും നമ്മുടെ ശരീരത്തെ. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ചിരട്ട ചായ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുടിച്ച് നോക്കാം അല്ലേ. ചിരട്ട വെന്ത വെള്ളത്തിന് വളരെ ഗുണമുണ്ട്. നമ്മളിപ്പോൾ വെള്ളം ചുമ്മാ തിളപ്പിക്കുമ്പോൾ പോലും ചിരട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ദാഹം അകറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഗുണമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ചിരട്ട ഒരു ചിരട്ടയാണ് എന്നും പറഞ്ഞ് എറിഞ്ഞ് കളയാതെ അത് ഗുണമുള്ള സാധനമാണ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോഴാട്ടോ ശരിയായത്. ആദ്യം ചെയ്ത് നോക്കിയപ്പോഴൊന്നും ശരിയായില്ല. അതുപോലെ നിങ്ങൾക്ക് കടുപ്പം ഇടണമെങ്കിൽ കുറച്ചും കൂടെ നല്ലപോലെ കടുപ്പം ഇട്ടോളൂ കേട്ടോ. ഞാൻ ഒരു 3/4 സ്പൂണൊക്കെ ഇട്ടതുകൊണ്ടാണ് കടുപ്പം കുറച്ച് കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ തിളച്ച് പോവുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നിങ്ങളും പാത്രമൊക്കെ വെച്ച് അതിനടുത്ത് നിന്ന് കറക്റ്റായിട്ട് ചെയ്ത് നോക്കിക്കോ. അതായത് ഇതുപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ വേഗം എടുക്കാൻ വന്നപ്പോഴേക്കും തിളച്ച് താഴെ തൂവിപ്പോയി. അതുപോലെ ആദ്യം ഏലക്ക ഇടാൻ മറന്നുപോയി. അങ്ങനെ കുറേ പറ്റുകൾ പറ്റി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചിരട്ട ചായ ഉണ്ടാക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ചിരട്ട നല്ല ചിരട്ട ഉപയോഗിക്കണം. പൊട്ടിയ ചിരട്ടയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. 3 കണ്ണുള്ള ചിരട്ടയുടെ വശം ഉപയോഗിക്കാൻ പാടില്ല. ഏലക്കായുടെ ഫ്ലേവറും എല്ലാം ചേരുമ്പോഴാണ് നല്ല രുചി കിട്ടുക. അതുകൊണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചായ തിളച്ച് പൊങ്ങി വരുന്നത് പോലെ തന്നെ ഇതും പൊങ്ങി വരും. അതുകൊണ്ട് നോക്കി നിന്ന് എടുത്തോളണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ചിരട്ട ചായ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ചിരട്ട ചായ. അപ്പോൾ ചിരട്ട ചായ കണ്ടല്ലോ. ചിരട്ട ചായ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ പറ്റിയ കുറച്ച് ഫോൾട്ടുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ള ചിരട്ട ചായ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്തൂരി ചായയൊക്കെ കുടിക്കത്തില്ലേ, ആ മൺകുടത്തിൽ അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഈ ചിരട്ട ചായ കുടിക്കുമ്പോൾ. ആ ചിരട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ കൂടെ കൂടിയിട്ട് ഒരു നല്ല കടുപ്പമുള്ളൊരു ചായ. ഞാൻ പക്ഷേ കുറച്ച് കടുപ്പം കുറച്ചാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ കടുപ്പം കൂട്ടി ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ജ്വൽ ബേബീസ് വേൾഡ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ.